ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നോമ്പ് ഏകദേശം ഇവിടെ 24 ആയി തുടങ്ങി. 24 ഇന്നില്ലേ? 23 നോമ്പാണ് ഇന്ന്. അപ്പോ നമ്മുടെ ഈദ് ഇവിടെ അധികം നാളുകളില്ല. ഇതവിടെ നമ്മൾ വെളിപ്പാട് അകലെത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇനിയിപ്പോ നോമ്പ് പോകുന്നതിന്റെ ഒരു നഷ്ടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, വിഷമങ്ങളുണ്ട്. എങ്കിലും ഈദ് വരവേൽക്കാനുള്ള വളരെ വെത്തപ്പാടിലാണ് എല്ലാവരും. അപ്പൊ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും, ഈദിന്റെ പെരുന്നാളിന്റെ തയ്യാറെടുപ്പിന് എല്ലാവരും. അപ്പൊ ഞങ്ങളും ചെറിയ മട്ടത്തിൽ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തോ ഞങ്ങൾ ചോദിച്ചിരുന്നതിന് മുമ്പത്തെ വീഡിയോയിൽ. അപ്പൊ ഇന്ന് ഞങ്ങളൊക്കെ ചെറിയ മട്ടത്തിൽ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ പറഞ്ഞെടുക്കും എന്തൊക്കെയാണ്. ഞാൻ നിർത്തിക്കണേ. ഇന്നലെ പിന്നെ ആ വീഡിയോ ഇട്ടപ്പോ ഇന്ന് കാണിക്കാൻ വിചാരിച്ചു. അതെ, അപ്പൊ ഓരോരുത്തരിക്കുന്ന ഞാൻ കാണിച്ചു തരാം. അപ്പോ കുഞ്ഞോ അനക്കെന്തൊക്കെ എടുത്ത് പറഞ്ഞെടുത്ത അനക്ക് എന്തൊക്കെയുണ്ട്? പാന്റും കുപ്പായും, പിന്നെ പുതിയത് പാന്റും കുപ്പായും കൊല്ലത്തിൽ ഒരിക്കൽ എടുക്കുള്ളൂ കേട്ടാ. ഇനി ഞങ്ങൾ ഇതേപോലെ ഡ്രസ്സ് അടുത്ത പെരുന്നാൾ എടുക്കുള്ളൂ. അതിന്റെ അല്ല നമ്മൾ വലിയ കൊടുക്കില്ലേ? ചെറിയ മട്ടൻ എടുക്കുള്ളൂ. ചിലപ്പോ വലിയ കയ്യില് പൈസ ഉണ്ടാവില്ല. ഒരു ഷർട്ട് ഇടും, ചിലപ്പോൾ പാന്റും അങ്ങനെ ഒരു ഷർട്ട് ഉണ്ടാവും. അതെ, ഇത് കുടിച്ചാ. അപ്പൊ ആദ്യമായിട്ട് തന്നെ തിളങ്ങണ സെറ്റപ്പ് സാധനം കാണിക്കാൻ പോണ്ടാ അല്ലേ? ഇതിന്റെ പേരെന്താണ്? പഞ്ചാബിയ ബഹ്റൈൻ എന്താണ്? ഇതിന്റെ ചുരിദാറിന്റെ പാന്റ്. അപ്പൊ ഇതോ ടോപ്പ്. ഇതിന്റെ അടി ഇങ്ങനെ. അതെ, ഇതിനടിയിൽ നല്ല ഭംഗിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എടുക്കുമ്പോൾ കാരണം റേറ്റ് കുറച്ച് കൂടുതൽ. ഇതിന് കുറച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടണമെന്നില്ല, ചിലർക്കൊക്കെ കൂടും. അപ്പൊ ഇതിന് 3 സംതിങ് ഉണ്ടല്ലേ? അത് നമ്മള് ഇത്രയും കാലം നമ്മൾ 1600, 1200, 1200 രണ്ടിന്റെ താഴെ നമ്മൾ എടുത്തിട്ടില്ല അങ്ങനത്തെ ഡ്രസ്സൊക്കെ. അപ്പൊ ഇയാളിത് എടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്തിരിക്കണം. എന്നാ വേറെ തെരഞ്ഞെടുപ്പൊന്നും കണ്ടുപിടിക്കണില്ല. എന്നാ പൈസന്റെ കാര്യം ആലോചിച്ചിട്ട് മാളൊന്നും എടുക്കണില്ല. അപ്പൊ ആ മുഖം വായിച്ചപ്പോ എനിക്ക് തോന്നി ഇതന്നെ എടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു മാള ഒന്നും ചിന്തിക്കണ്ട, പൈസ എങ്ങനെയൊക്കെ ആയി. ഇപ്പൊ നമ്മൾ 1600 എടുത്ത് നമുക്ക് നാളെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാവായിരുന്നു തോന്നുമ്പോൾ നമുക്ക് വീണ്ടും ഇതേ സംഖ്യ മുടക്കണം. അതേസമയം ഈ 1500 ഒരു 1000 കൂടി കൂട്ടി മുടക്കിയാൽ അല്ലെങ്കിൽ 1200 കൂട്ടി മുടക്കിയാൽ നല്ല അടിപൊളി ഡ്രസ്സ് കിട്ടും. അപ്പൊ സൂപ്പറാണ്. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കും അല്ലേ? ഞാൻ വെച്ചരാ. ഇത് കണ്ടീരങ്ങള് പൊളിയല്ലേ? ഇതിന്റെ പാന്റ് അടിച്ചെടുത്തില്ല? അപ്പൊ പാന്റ് ജയൻ സ്റ്റൈലാണ് തോന്നുന്നുണ്ട് അല്ലേ? ആണോ? അല്ലല്ലോ, അതെ, നല്ല ഭംഗിയുണ്ടായിരുന്നു. കിട്ടി ഞങ്ങൾ നോക്കി. അതെ, പെരുന്നാൾ. അതെ, ഇഷ്ടായി. അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ടായില്ല, ഞാനാണ് നീക്കിച്ചു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കണ്ട്. ഇന്നലെ ജീൻസ് എനിക്ക് കറക്റ്റ് ഭാഗമുള്ള ജീൻസ് ഉണ്ടായിരുന്നു. അതിന് 1600. പോക്കറ്റ് കൂടിയിട്ടാണ് വേണ്ടാത്തത്. അത് ഞാൻ അതല്ല, അതിന്റെ കൂടെ വേറെ കൂടി ഉണ്ടായിരുന്നു. അതിന്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് പോയെന്നേ കറക്റ്റ് ഭാഗമുള്ള ഉണ്ടായിരുന്നേ 1300 രൂപ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞേ അത് എന്താണ് അതിന്റെ മോഡൽ പോരാന്നാണ് ചേട്ടനോട് പറഞ്ഞേ. താത്താക്ക് ഇത് ഇഷ്ടമായി കേട്ടാ, വില കാരണം താത്ത നീക്കി വെച്ചാട്ടാന്നെ. നിങ്ങള് കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞേ ആ ചെക്കനെ മോൾ ഇത് പറയലട്ടാ. നമ്മളിപ്പോ ഡ്രസ് നമ്മള് ആണ്ടതിയിലൊക്കെ ഡ്രസ്സ് എടുക്കണേ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെങ്കിലും കെട്ടി പറഞ്ഞ എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എപ്പോഴും ഒന്നും എടുക്കാൻ കഴിയൂല. അപ്പൊ ഏതായാലും ഇപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയണത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി എടുക്കാം. ആകെ ഒരു ജീൻസ് പാന്റ് ഒറ്റ അവളെ അടുത്തുള്ളൂ, വേറെ ഇല്ല. അപ്പൊ ഇനി ഒന്നും കൂടി വേണമെന്ന് പറിച്ചിട്ട് കുറെ അയക്കണേ. ഏതായാലും അതെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കണം. അടുത്തായി കാണിക്കാൻ പോണതാണ്. എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ കാണില്ലേ? മറ്റേ ഇതാ ഇത് കണ്ടില്ലേ? അപ്പൊ ഇതാണ് മാക്സി. സൂപ്പർ സാധനം, നല്ല തുണിയാണല്ലേ? അത് ഏതാ ഇതിനത്? കോട്ടനോ എന്താണ്? അപ്പൊ അതിക്കുള്ള എന്നും ഞാന് മാക്സിക്ക് ഇങ്ങനത്തെ ഷാൾ എടുക്കല്. എന്താ വെച്ചാല് ഇങ്ങനത്തെ ഷാൾ എടുത്താലേ നമുക്ക് അബായിക്കൂടാ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയില്ല, ഒരു പുള്ളി ഷാളാണ് എടുത്ത്. പുള്ളി ഇടലില്ല. സൂപ്പർ അല്ലേ? മോട്ടർ ഓഫ് ആക്കും.
ഓഫായിക്കാം. അപ്പൊ ഇന്റത് കഴിഞ്ഞിട്ടാ ആ ഷാള് അൻ്റെത് കഴിഞ്ഞല്ലോ അല്ലേ? ഇന്റത് കഴിഞ്ഞ്. ആ പിന്നെ നമ്മളെ മോനുവിന്റെ പാന്റ്. അതെ, ആൺകുട്ടികൾക്ക് വലിയ രസമൊന്നും ഉണ്ടാവില്ല. അന്റെ ഇവിടെ കുട്ടിമാൻ്റെ അടുത്ത ജയൻ. ഇതാണ് അടുത്തത്. മമ്പൂട്ടി കമ്പൂട്ടി ആയിപ്പെട്ട എന്താ പേരെന്താ ഇതിന്റെ? ബൂട്ട് കട്ട്. അതെ, ബൂട്ട് കട്ടാണ് ഐറ്റംസ് കണ്ടില്ലെങ്കില്. ഇതാണ് കുട്ടിമോനക്ക്, അതായത് രണ്ടാമത്തെ അതെ ഇവൻ കുട്ടിമോനക്ക് ഉള്ളതാണ്. ഇതിക്കുള്ള ഷർട്ട് എവിടെ? എവിടെ? അതിക്കുള്ള ടീഷർട്ടാണ്. നല്ല ഭംഗി ഉണ്ടാവും തോന്നുന്നു, നല്ല വെള്ള കളറും അതിനോട് ഇത്. പിന്നെ ഡ്രസ് എടുക്കാൻ പഴയ സീനത്തേക്ക് പോയിക്കൊണ്ടിട്ട് ഈ ഭാഗത്തുള്ളവരൊക്കെ നല്ല അടിപൊളി സെലക്ഷൻ ആണ്. ഇതൊന്നും അധികം വില ഒന്നുമില്ല, ഇതിന് 300 ചില്ലാനുള്ളൂ. നല്ല അടിപൊളി ടീഷർട്ട്, ക്വാളിറ്റി ഉള്ള. പിന്നെ ഞങ്ങൾ പോയ വീഡിയോയും കാര്യമൊന്നും എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ ഓട്ടോറിക്ഷയിൽ കയറി ഇവിടുന്ന് അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി പിന്നെ ബസ് സ്റ്റാൻഡിന്റെ അവിടെ പോയി കെട്ടിമറിഞ്ഞെടുത്താ. പിന്നെ നോമ്പിന്റെ ക്ഷീണം കാരണം രാത്രി തന്നെ പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ അടുത്ത മോനുവിന്റെ, ഇതാണ് മോനുവിന്റെ ഇട്ടാ. ഇതാണ് മോനുവിന്റെ. ഓക്കെ, മോനുവിൻ്റെതാണ്. പിന്നെ മോനുവിൻ അയക്കുള്ള ഷർട്ട് ഇതാണ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഷിഹാന്റെ. പൊന്നുവേ വന്നേ, വന്നേടാ. ഇവിടെ ആളെ പേന്റെ ആളെവിടെ കൊണ്ടുപോയി. പിന്നെ എടുത്തത് പിന്നെതാ 3/4. പിന്നെ ഉമ്മാന്റെ കൺസെപ്റ്റ് 3/4 ഷർട്ട്. അത് പൊന്നൂന്റെ പാന്റ്. അത് ഒരു ജയനാണ്. ഇത് ജയനാട്ടാ. ചെറിയ അടിപൊളി ഷർട്ട്. അപ്പൊ കാലത്തിനനുസരിച്ച് കോലം മാറണം എന്ന് പറഞ്ഞ മാതിരിയാണ് അല്ലേ പൊന്നോ? അത് മറിക്കല്ലേ? പയസീനത്തേക്ക് പോയോണ്ടെങ്കിൽ കമന്റ് ചെയ്യണ്ടേ. നല്ല സെലക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഓല് പഴയ സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് ഫ്രീ കൊടുത്തുകാണ്ടേ പുതിയ പുത്തൻ സാധനങ്ങൾ പയസീനത്തിൽ അടിപൊളിയാണ്. അതിലെ ഡ്രസ്സുകളൊക്കെ നല്ല ഇഷ്ടമായിട്ടാ. എന്നും പോണം വയ്ക്കല്. എന്നും ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ പയസീനത്തിൽ സെലക്ഷൻ ചെയ്യാനാണ് ഞങ്ങൾ തിരിച്ചു പോകലാണ്. പിന്നെ കാക്കാക്ക് ഒരു തുണി കാക്ക എന്നും ഉടുക്കല് ഞാൻ ഇടിപ്പിച്ചതാണ്. അപ്പൊ എനിക്ക് നമ്മളെടുത്തത് ഒരു തുണിയാണ്. അയക്കിതാ ഒരു ടീഷർട്ട് തന്നെ എടുത്തത്. കൂടുതൽ ഞാൻ ടീഷർട്ടാണ് ഉപയോഗിക്കാറ്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. എങ്ങോട്ടേ പോകണം, ഇസ്തിരി ഇടണ്ട, വേറെ ചെയ്യണ്ട, നമുക്ക് ഇടുക പോവാ, ഇവിടെ അയച്ചിടുക, മെഷീൻ ഇടുക. ഇത് അത് പൈസ അന്ന് ആൾക്കാര് പിന്നാലെ വിടും വണ്ടിയിൽ. എവിടേക്കെങ്കിലും പിടിച്ച് ഇതെന്തോ പറ്റിയിട്ടുണ്ട്. ആ പിന്നാലെ ഏതെങ്കിലും വണ്ടി വിടും. കൊറേ കളർ ഇട്ട് നോക്കിട്ട് മുഖത്തേക്ക് നല്ല രസമുണ്ട് തോന്നിയ എടുത്താണ് പോകുന്നതാണ്. രാത്രി പോയിന്ന്. ഇത് അതിനെക്കാട്ടി കുറച്ച് കോസ്റ്റ് കുറഞ്ഞതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കാൻ നമ്മൾ വണ്ടി പോകുമ്പോൾ പണിക്ക് പോകുമ്പോഴൊക്കെ ഇടാൻ ചെറിയ റേറ്റുള്ള സാധനമാണ്. ഇതൊന്നും എടുത്താണ്. ഓക്കെ, പിന്നെ വേറെന്താ? അതെ, ഉമ്മാക്കുള്ള മാക്സിയാണ്. അതെ, മാളുവിന്റെ തന്നെ സെലക്ഷൻ ആണ്. അതിക്കൊരു മുണ്ടുണ്ടായിരുന്നില്ലേ? ഇതല്ലേ വട്ടമൊക്കനൊക്കെ മാള് ഇവിടുന്ന് അടിച്ച് ഇതണ്ടില്ലേ. ആള് മാക്സ് എടുത്താല് ഇവിടെ ഒരു മൂട്ട്, ഇവിടെ ഒരു മൂട്ടല്, ഇവിടെ അങ്ങനെ മൂട്ട്. ആളുകൾ വീഡിയോ കണ്ട ചെറിയ കുട്ടികളെ കെട്ടിട്ട് കൈയൊക്കെ വെച്ച് ഇതാണ് അലാസ്റ്റിക് ഇട്ടെടുത്ത് നല്ല അടിപൊളിയാക്കി കൊടുത്തു. പിന്നെ ഉള്ളത് ഓരോ ചെരുപ്പുകളില്ലേ? പിന്നെ ഇതാണ് ഒന്ന്. ഇതിന് വില കേട്ടാ നിങ്ങൾ നെട്ടോ. വലിയ കോസ്റ്റുള്ള സാധനം കേട്ടാ. വില കേട്ടാ എങ്ങനെ ഇത്രയും പൈസക്ക് വാങ്ങി തോന്നൂലേ? എത്ര വില മോനെ ചെരുപ്പെടുക്കാൻ പോയപ്പോഴേ എന്താണ് അവര് കച്ചവടം ചെയ്യാൻ നമ്മളോട് താത്ത അത് 120 രൂപ പറഞ്ഞിട്ടാ. ഞാൻ പിന്നെ അവിടുന്ന് മുണ്ടിയിലട്ടാ. പാവം തോന്നുക. ഇനിയിപ്പോ അതിന്റെ ഇടയിൽ കൂടി ഇനിയിപ്പോ പറയണ്ട അല്ലേ? ബാവാന്റെ ചെരുപ്പ് പൊളിഞ്ഞ് തുന്നിച്ച് പണ്ട് എന്താണ് ഒരു സ്കൂളിലൊരു പാഠബുക്ക് ഉണ്ട്, നിങ്ങളൊക്കെ പഠിച്ചോല്ലെന്നാണ്. കാസിമിന്റെ ചെരുപ്പ് ആയിരുന്നു കണ്ട് ആണി അടിച്ചു കാണ്ട് കാസിമിന്റെ ചെരുപ്പ് തുന്നി അങ്ങനെ തുന്നിച്ച് കണ്ടിട്ട് നടക്കുന്നിട്ട്. നല്ല അടിപൊളി ചെരുപ്പായിരുന്നു. ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തിരുന്നില്ലേ? വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വാങ്ങിയതായിരുന്നു. നല്ല വിലല്ല ചെരുപ്പായിരുന്നു. അതിപ്പോ ഏതായാലും നല്ല 8 മുതലായി. അപ്പൊ ഞാൻ പറയാം എപ്പോഴും ഒരു ചെരുപ്പ് വാങ്ങിക്കാണ്. എന്നാലും ഏതായാലും ചെരുപ്പും വാങ്ങിയിട്ടാ. ഇവിടെ ആരെങ്കിലും ചെരുപ്പ് വാങ്ങിക്കോളൂ. എന്റെ ഒപ്പം പോരാൻ പറ്റില്ല. ഈ സുന്ദര ചെരുപ്പ് ഒന്നും ഇട്ടിങ്ങാണ്ട് എനിക്കൊരു മോശമുണ്ട്. വെറുതെ പറയാം, ഞാൻ ഒരിക്കലും പറയില്ല.
ആ മോനുവിന്റെ നമ്മക്ക് ഇനിയിപ്പോ എങ്ങനെ കള്ളിത്തിന് എടുത്ത് പോന്നാലും നമ്മക്ക് നമ്മളത് വലുതല്ലേ. പിന്നെ ഞാൻ എനിക്ക് ഇപ്പൊ പറഞ്ഞ ചെരുപ്പാണിത്. ഇത് മോനുള്ള ചെരുപ്പ്. പിന്നെ കുട്ടിമോന്റെ ചെരുപ്പ് ഇവനും കൊറേ ചെരുപ്പില്ലാതെ നടക്കാൻ തുടങ്ങിട്ട് പിന്നെ എടുക്കാം. പിന്നെ ഇവർക്കൊക്കെ ചെരുപ്പ് എടുത്ത് എനിക്ക് ചെരുപ്പ് ഉണ്ട് ട്ടാ. ഇത് പൊന്നൂസിന്റെ ഇവർക്ക് എനിക്ക് ചെരുപ്പ് ഉണ്ട്. ഒന്ന് കുറച്ചായി എടുത്തിട്ട് അപ്പൊ ഞാന് ഇതിങ്ങനെ കണ്ടപ്പോളേ എന്താണ് പിന്നെ എടുത്തുന്നോ. അപ്പൊ എന്താണ് ഞാൻ ഇതിങ്ങനെ ചെക്കൻ പറഞ്ഞേ 120 ഉറുപ്പിയുടെ താത്ത എടുത്തോളി തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞേ അവിടെ ഇങ്ങനെ പറയണ്ടേ 100 അപ്പൊ ഞാൻ എന്ത് ചെയ്തറിയോ, ഞാൻ നേരെ ഇങ്ങോട്ട് തിരിച്ചാണ് വേറെ കട ഇവിടെ അവിടെ മാക്സി ആണ് സൂപ്പർ അല്ലേ. നമ്മൾ ഇവിടെ ശ്രദ്ധ മാറ്റാൻ പക്ഷെ രക്ഷയില്ല. അറിഞ്ഞിട്ടില്ല. നിങ്ങൾ അറിഞ്ഞിട്ടില്ല സംഭവം. നിങ്ങൾ ആ സംഭവം അറിഞ്ഞിട്ടില്ല. ഞാൻ ശ്രദ്ധ മാറ്റി കൊണ്ടുപോയി. എന്നെ ശ്രദ്ധ മാറ്റി നിങ്ങൾ അവിടെ വലിയ ചെയ്യണം. അപ്പോഴാണ് ആയിക്കോട്ടെ എന്നായിക്കോട്ടെ. എന്നിട്ട് അത് കഴിഞ്ഞാണ്ടേ ആ ചെക്കൻ പറഞ്ഞത് കൂടി ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ പിന്നെ ഒന്നും മുണ്ടി ഞാൻ അങ്ങോട്ട് പോന്നേ. എന്റെ മനസ്സിൽ നല്ല ഉണ്ട് ചെയ്തിട്ടാണ് ചെരുപ്പ് 130 ഒന്നും വാങ്ങിയിപ്പൊ മാണ്ട പാവല്ലേ അവർക്കൊക്കെ എടുത്തേ. എന്റെ ബാഗിൽ പൈസ ഉണ്ട്. എന്റെ പൈസ ഉണ്ട്. ഒരു ചിക്കൻ റോളും അല്ലെങ്കിൽ ഒരു ഷവർമയും ചായ ഞാൻ എന്ത് ചെയ്തേ അത് ഉണ്ടാതെ പോന്നെ. ഇന്നലെ പിന്നെ ഒരു പലാസപ്പേനെ മാറ്റാണ്ടായിരുന്നു. അപ്പൊ അത് എനിക്കത് സൈസ് കറക്റ്റ് അല്ല. അപ്പൊ ഞാൻ കൊടുത്താണ് ഉമ്മാനെ മാക്സി ഇട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ടേനെ. അപ്പൊ പോയപ്പോ ഞാൻ പറഞ്ഞ ആ പൊന്നോട് ചെരുപ്പ് മാറ്റാൻ പോയി. പറഞ്ഞേ കാണാ ചെരുപ്പാണതാ അതൊക്കെ 120 ഉറുപ്പിക ഉള്ളു വാങ്ങാനല്ലേട്ടാ. അപ്പൊ എന്നാ വാങ്ങിക്കോ പറഞ്ഞേ. നേരെ പോയി ഇഷ്ടമുള്ള ചെരുപ്പ് വാങ്ങി. എന്റെ പൈസ തന്നെ കൊടുത്തിട്ടാ. എന്റെ വേഗം ഞാൻ അടുത്ത് കൊടുത്തോളാം പൈസ തന്നെ. ഓർമ്മ നല്ല പൈസ. അപ്പൊ പെരുന്നാൾ പ്രമാണിച്ചത് അൽഹംദുലില്ലാ ഞങ്ങൾ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഇത്രയും 5-6 ദിവസം മുമ്പെങ്കിലും ഇങ്ങനെയുള്ള ഡ്രസ്സും പെരുന്നാൾ ഡ്രസ്സ് എടുക്കുന്നത്. കൂടുതലും കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ തലേന്ന് പെരുന്നാൾ തലേന്ന് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പൊക്കെ പോയാണ് ഞങ്ങൾ എടുക്കാറ്. ഇപ്രാവശ്യം അൽഹംദുലില്ലാ അങ്ങനെ നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കാൻ കഴിഞ്ഞു. കുട്ടിവാള കീലുങ്ങുന്നല്ലോ. ഇത് ഇവരെ എല്ലാരും കൂടെ ഡ്രസ് എടുക്കാൻ പോയെന്ന് ഇതാ കിട്ടിയതിട്ടാ. ഈ കരിനീരും ഈ ചോപ്പും ഈ കറുപ്പും. ഇതിനധികം പൈസ ഒന്നുമില്ല. തോന വാങ്ങിയത് പക്ഷെ പൊട്ടുമ്പോ മാറ്റിയിടാനായിരുന്നു. പിന്നെ ഇത് ഞാൻ ഡ്രസ്സിന്റെ കളർ ഇന്നലെ ഞാൻ പോയപ്പോള് വാങ്ങി. അപ്പൊ കുപ്പിവെള്ളന്റെ മോഡല് എനിക്ക് നല്ല ഇഷ്ടം. ഞാൻ പണ്ടേ കുപ്പിവെള്ളന്റെ ആളാണ്. പണ്ടേ നമ്മള് എവിടെയെങ്കിലും ഉത്സവമൊക്കെ നടക്കുമ്പോ അവിടെ പോയി കുപ്പിവെള്ളം വാങ്ങിയത് വാങ്ങില്ല. ബാഗ് കൂടി പോയി അടിച്ചു മാറ്റല്ലേ. അത് ഇന്റെ കൂടെ വന്നാറില്ല. ഇന്റെ കൂടെ വന്നാലും ഞാൻ സമ്മതിക്കൂല. ഭയങ്കര അതിന് ശേഷം നമ്മള് പോയി വാങ്ങിയിട്ടുണ്ട്. ഇവിടൊക്കെ നമ്മൾ പോയി വാങ്ങി. അതെ ചെറുപ്പത്തിൽ ചെയ്തിട്ടാ. അങ്ങനെ പലതും ചെയ്തിരുന്നു. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കൂടെ പഠിച്ച ആരെയും ഇത് കാണുന്നുണ്ടെങ്കില് കിലുക്കം ഫാൻസിനൊക്കെ ഒരുപാട് കുപ്പിയോളം ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് കിലുക്കം ഫാൻസി അവിടെ ഇല്ല. അപ്പൊ എന്താണ് പെരി ചെല്ലുമ്പോ ഉമ്മ ചോദിച്ചോ ഇത് കൂടുതലായിട്ട് അത് കൂട്ടുകാരത്തി എന്നാണെന്ന് അറിയാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം. കിലുക്കം ഫാഷന്റെ മുതലാളിമാരാരെങ്കിലും ഇവളിത് അടിച്ചു മാറ്റി ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്നിരിക്കൽ അതിനോട് ബന്ധപ്പെട്ട ആളുണ്ടെങ്കിൽ അതൊന്ന് പൊരുത്തപ്പെട്ട് തരണം. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചാനലിൽ കമന്റിലൂടെ വന്ന അതിന് യഥാർത്ഥമായ പൈസ നമ്മൾ തരും. ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട് റബ്ബേ ഞാൻ നന്നൊക്കെ ചെയ്തങ്ങനെ ഇങ്ങനെ പൊരുത്തപ്പിടിപ്പിച്ച നമ്മളെന്തൊക്കെയാ ഉള്ള മൂച്ചിന്റെ വീട്ടിൽ ഈ വെള്ളം മാങ്ങ ഇന്ന് ഒരു മാങ്ങ പോലും എന്റെ മക്കളെ പെറുക്കായി. പണ്ടത്തെ കാലം എന്ന് വെച്ചാല് നമ്മള് നേർച്ച പൂരം ഉത്സവമൊക്കെ വരുമ്പോ നമ്മുടെ കണക്കൂട്ടലെ എവിടേക്കായിരിക്കും പറങ്കൂച്ചിന്റെ മേലക്ക്. എന്താ കാര്യം എന്നെ സംബന്ധിച്ചുള്ള ജ്യേഷ്ഠന്മാരോ ഉപ്പ ആരും തരാനില്ല. അപ്പൊ നമ്മൾ അന്നത്തെ ബുദ്ധിമോശം കാരണം നമ്മൾ കുറെ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ അണ്ടി കളക്ട് ചെയ്തിട്ട് അത് ആ സമയം 5-6 കിട്ടുള്ളൂ. കുറച്ച് കിട്ടി ഒരുങ്കൂട്ടി അത് കൊണ്ട് വിറ്റിട്ടേക്കാൻ കളരി നേർച്ച, അതുപോലെ തന്നെ കോട്ടക്കൽ പൂരം, അതുപോലെ തന്നെ പുതിയങ്ങാടി നേർച്ച ഇതിനൊക്കെ പോയത്. എന്തായാലും അന്നത്തെ കാലം അങ്ങനെ പേര് ഞാൻ പറയണില്ല കേട്ടോ. എന്താ വെച്ചാല് അതിന്റെ ആരെയും കണ്ടാല് അതിനെ തോന്നും. ആ സ്കൂളിന്റെ അടുത്ത് ഒരു പീഡിയുണ്ട് ചെയ്തിട്ടാ. ആ പീഡിയക്കാരന്റെ തൊടുവില് അണ്ടി ഇങ്ങനെ ഇതിട്ടാ പറങ്കിയ കശുവണ്ടി. അപ്പൊ ആ അണ്ടി ഫുള്ള് റോട്ടമ്മക്ക് വീടെടുക്കണ്ടാവട്ടോ. അത് പെറുക്കിയിട്ട് അയാളെ കടയിൽ തന്നെ കൊണ്ടുപോയി വിറ്റിട്ട് അയാളെ കടയിൽ തന്നെ കൊണ്ടുപോയി വിറ്റിട്ട് ആ പൈസ മുട്ടായി കണ്ടുവരും. അല്ല ഇപ്പൊ പൈസ ഇല്ല. പക്ഷെ അതിനെക്കാൾ എളുപ്പമാർഗം അയാളെ മുട്ടായി കുറച്ച് അവിടെ നിന്ന് എടുക്കല്ലേ.
അപ്പൊ കൊറേ അത് എടുക്കാൻ പറ്റൂലല്ലോ. ഈ പോകുന്ന വഴികൾ കുറച്ച് കുറഞ്ഞിട്ടൂലേ? പോണ വഴിയിലാണിത്. അങ്ങനല്ല, പോണ വഴിയിലാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്ന ഘടകം കുറെ കുറയില്ലെന്ന് ചോദിക്കണേ. ഇപ്പൊ അയാളെ പറങ്കുച്ചിലോട്ട് പോയി അത് പിരിച്ചെടുത്ത് അത് കൊണ്ട് വിറ്റ് അയാളെ അതെ അത് പറങ്കുച്ചി എടുത്ത് പിന്നെ കടയിൽ കൊണ്ട് വിറ്റ് അയാളെ കടയിൽ നിന്ന് തന്നെ മുട്ടായി വാങ്ങുമ്പോ ആ മുട്ടായി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അയാളെ മുതൽ തന്നെയാണ് പ്രശ്നം. അത് ശരിയാണ്. ഏതായാലും നമ്മളെ ചെറുപ്പങ്ങളിൽ അങ്ങനെ ഒരുപാട് അമളികൾ ഒരുപാട് സംഭവം ആലോചിക്കുമ്പോ നമ്മളെ മക്കളൊന്നും എന്താ വെച്ചാൽ നമുക്ക് അറിവ് കിട്ടി അത് ചെയ്യാൻ പാടില്ല, അന്നത്തെ കാലത്ത് ആരാന്റെ മുതലാണ് അത് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു അന്നത്തെ കാലത്ത് അറിയില്ല. പക്ഷെ ഇപ്പതാ ഞങ്ങൾ ഇന്നലെ രാത്രി നമ്മള് വരുമ്പോ നമ്മളെ അയൽവാസിത്തെ മോച്ചിന്റെ തൊട്ട് മാങ്ങ റോട്ടുമ്പോ വീണെടുക്കണ്ട്. അപ്പൊ ബാവ സ്ലോ ആക്കി അവിടെ കടി മാങ്ങ അയൽവാസി പറഞ്ഞാട്ടാ എന്താണ് നമ്മളവിടെ മേലുള്ള അയൽവാസി ചേക്കുന്നാത്താടത്തെ മൂച്ചിന്റെ തൊട്ട് മാങ്ങ വീണെടുക്കണ്ട്. ഞാൻ കുട്ടികളോട് അടക്കം പറയും മദ്രസ ഇട്ട് വരുമ്പോ ഒരൊറ്റ മാങ്ങ ചോട് എടുക്കരുത്. അഥവാ എടുക്കണ്ടെങ്കിൽ പോയി ചോദിക്കാൻ താത്ത ഈ മാങ്ങ ഞങ്ങൾ എടുക്കട്ടെ അല്ല ഞങ്ങൾ പോയി എടുക്കരുത്. അപ്പൊ ഇന്നലെ രാത്രി വരുമ്പോഴേപോലെ മാങ്ങ അവിടെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേ പൊന്നോ അല്ലെ ബാ പറഞ്ഞോട് പറഞ്ഞേ നാളെ ഉണ്ടക്കടി മാങ്ങ വേണ്ട പറഞ്ഞ എനിക്ക് വേണ്ട. ഞാനൊന്നും ഒരു ചോദിച്ചാ തരുമോ തരും ചോദിച്ചാണ് തിന്നത്. അതാണ് നല്ല മുതൽ. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ ബാവ ഗൾഫിലാട്ടെ ഞാനെന്റെ ഇളച്ചിയും കൂടി എന്താണ് സാധനം വാങ്ങാനൊക്കെ കുടിശ്ശേരി പറമ്പെന്ന് സാധനം വാങ്ങാൻ ഇറങ്ങൂട്ടാ. ഞാൻ ബാഗിലൊരു കവറ് കരുതും. എന്താ വെച്ചാൽ മാങ്ങാക്കാലാണ് പോണ വൈകിട്ട് നിറയെ മാങ്ങുള്ള സ്ഥലമാണ്. അപ്പൊ ഞാൻ എന്തെയ്യും ഓരോ സ്ഥലത്തും മതില് ചാടിയിട്ട് എടുത്തുകൊണ്ട് മാങ്ങ പെറുക്കിയിട്ട് ബാഗിലിട്ടുകൊണ്ട് വരും. പിന്നെ സാധനം എടുക്കാൻ ഇറങ്ങുമ്പോൾ കുഞ്ഞോട് പറയും അടച്ചോനെ ഇന്ന് ഒരു മൂച്ചിന്റെ പോട്ടോട്ട് മാങ്ങ കാണല്ലേ റബ്ബേ മാണൂന്റെ കണ്ണിലൊരു മാങ്ങ കാണിച്ചൊക്കെ. എന്താ വെച്ചാൽ ഞാൻ അങ്ങാടിയിൽ എത്തൂല മാങ്ങ പെറുക്കിയിട്ടാണ് അങ്ങാടി പോയി സാധനം വാങ്ങിയിട്ട് കുട്ടികളെ മൈക്ക് എന്റെ കൂടെ കുട്ടികളുണ്ടാവും കുട്ടികളെ മൈക്ക് പെറുക്കി നടക്കുവായിരുന്നു. ഭയങ്കര രസമാണ്. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ ഫുള്ള് തൗബല്ലാണ് ഞാൻ അങ്ങനെ ചെയ്തല്ലോ. ഇപ്പൊ അൽഹംദുലില്ലാ കുറച്ച് 10-15 വാങ്ങിയെങ്കിലും നമ്മളെ വീട്ടിലുണ്ട്. സത്യം. അതെ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞത് നമ്മള് എന്താണ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള പഠിച്ചോണ്ട് തരും. അത് ഉറപ്പാണ്. പിന്നെ വേറെ നിങ്ങളെ വിവരങ്ങളല്ല, നിങ്ങളെ പെരുന്നാളിന്റെ വിശേഷങ്ങൾ, നിങ്ങളെ നോമ്പിന്റെ വിശേഷം എല്ലാ വിവരങ്ങളും കമന്റിലൂടെ അറിയിക്കും. നിങ്ങളെ കമന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ആർക്കും വേണമെങ്കിൽ എത്തിച്ചെടുക്കുമോ? കുപ്പിവള എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മകളാണ്. കുപ്പിവള സംഭവം ബസ് സ്റ്റാൻഡിലെ ഒരു കടയിൽ നിന്ന് ഇത് 6 40 രൂപ. പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചൊരു കേജിട്ട് സീനത്തിന്റെ അവിടെ ഉള്ള ഒരു കടയിൽ നിന്ന് ഇത് 12 30 രൂപ. അപ്പൊ എത്ര വ്യത്യാസം നോക്കാണ്? 12 30 രൂപ, ഇത് 6 40 രൂപ. ചിലപ്പോ ക്വാളിറ്റി വ്യത്യാസം എന്താണെന്ന് ഇല്ല, സെയിം തന്നെയാണ്. പക്ഷെ ആദ്യം ഞങ്ങൾ ഈ കട കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി ആരെങ്കിലും വാങ്ങാൻ പോവാണെങ്കിൽ മേലത്തെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. കെയർ ബേക്കറിന്റെ അടുത്തൊരു ഫാൻസി കട ഉണ്ടായിരുന്നു. കുപ്പിയോളം ആരും വാങ്ങരുതില്ല. നല്ല റേറ്റ് ആണ്. എല്ലാ സാധനം വിലയാണ് ഇവിടെ ഉള്ളത്. പറയാലോ നമ്മൾ അവരെ അന്നം മുടക്കല്ലോട്ടാ. പെട്ടെന്ന് ഇത്രയും ഡിഫറന്റ് അടുത്തടുത്ത കടയിൽ നിന്ന് വരുന്നോട് പറയാം. ഓപ്പോസിറ്റിലുള്ളൊരു ഫാൻസി കട എല്ലാം പോയി വാങ്ങിയാൽ മതി. അതെ, ഇതിന്റെ ഓപ്പോസിറ്റ് ആ പറമ്പൂട്ടിന്റെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ഇപ്പറ എങ്ങനെ കാണണേ നല്ല വിലപ്പാകുന്നുണ്ട് എല്ലാ സാധനവും. അല്ല പയസീന്റെ ഓപ്പോസിറ്റ് ചെരുപ്പിൻ കടന്റെ ഒക്കെ കുറച്ച് അതിനാണ് വാങ്ങിയത് നമ്മള്. നമ്മള് വാങ്ങാൻ കഴിഞ്ഞില്ല, സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് ആണ്ടായിക്കോട്ടെ. ഞങ്ങൾ ആരുമില്ല കടക്കാര്, പക്ഷെ നല്ല വില കുറവുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട് എല്ലാം. ഇന്നലെ ഒന്ന് വീട് പൊട്ടി. അപ്പൊ ഞങ്ങളെ പെരുന്നാളിന്റെ ഒരുവിധം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ഇന്ന് നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് എന്ന് വെച്ചാല് ഇവിടെ ഒന്നും ഇവിടെ ഉണ്ടാക്കണില്ല കേട്ടാ. എന്താ ഉണ്ടാക്കണേ? ഇന്ന് പൊറാട്ട ഇനി ചിക്കൻ കറി ഉണ്ടാക്കണോ? അപ്പൊ ഇന്ന് യാക്കൂബിന്റെ അടിപൊളി പൊറാട്ട പൊറാട്ട ഉണ്ടാക്കിട്ട് ഞാൻ 10 ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ ബാവനോട് പറഞ്ഞ 10 ഉണ്ടാക്കണ്ട പൊറാട്ട ഉണ്ടാകും. അതെ, ആ വറുത്തരച്ച ചിക്കൻ കറിയും പൊറാട്ടയും പാലറ ചൂടുള്ള ചായയും ഒന്നും നോക്കിയില്ല ഇന്ന് ട്ടാ. ബാവാണ് എന്താ വെച്ചാ പണി കുറവാണ്. എങ്ങനെ കൊണ്ടുവരുന്നത് ഞാൻ ഭയങ്കര ടെൻഷനാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്? എവിടുന്നാ പൈസ കിട്ടിയെന്നാണ്. നമുക്ക് നോമ്പാണി വരെ പണി ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴല്ലേ പണി ഇല്ലാതായത്. അൽഹംദുലില്ലാ ഖൈറാണ്. അപ്പൊ എങ്ങനെ നടന്നു പഠിച്ചോ എങ്ങനെ എത്തിച്ചു കൊടുക്കണെന്നാവോ ഞാൻ അങ്ങനെ ചിന്തിക്കും എപ്പോഴും. ഇത് ആൾക്കാരെ അവസ്ഥ നിർമ്മാണ മേഖല മൊത്തം ആ മേഖലയിൽ പണിയെടുക്കണ പടവ് തേപ്പ് എല്ലാം പെയിന്റിങ് എല്ലാം മുടങ്ങി കിടക്കണേ. കാരണം ഈ ഒരു
അവസരത്തിൽ അതൊക്കെയാണ് അവസ്ഥ. എല്ലാവരും അവസ്ഥ അല്ലെങ്കിൽ പണ്ട് ഗൾഫേക്ക് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അവള് ഈ മാസത്തിന് ശമ്പളം കിട്ടണവർക്കൊക്കെ കടയിൽ നിൽക്കണവർക്കൊക്കെ പിന്നെ ഇങ്ങനെ ഒപ്പിച്ച് പോവാ. ഈ സാധാ ഇങ്ങനെ കൂലിപ്പണി എടുക്കണവരൊക്കെ അവസ്ഥ ഭയങ്കര ദയനീയാണ്. എല്ലാവർക്കും ഞാൻ എങ്ങനെ അറിയോ എന്താണ് എന്റെ ഒപ്പം എത്താനെല്ലാം അപ്പൊ ഞാൻ അങ്ങനെ എന്നാലോ എന്നോടറിയാം ഇത് നിന്റെ മുഖത്ത് നേർക്ക് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞ ഞാൻ മുഖത്ത് നോക്കി സംസാരിക്കാറ് അതിൽ എന്താ മുഖത്ത് നോക്കിയാല് എന്താണ് ഇതെങ്ങനെ അപ്പൊ കണ്ടില്ലേ ഞങ്ങളെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എന്താ പറയാൻ കല്യാണം കഴിക്കുമ്പോ ഇപ്പൊ എല്ലാ ചെക്കന്മാരും ഐറ്റ് നോക്കുന്നുണ്ട്. ഐറ്റ് നോക്കിക്കാണ് പെണ്ണട്ടി കൂടെ എന്നോട് എപ്പോഴും പറയും ഇജ്ജ് കുളുവാണ് ഞാൻ ഇവിടെ ചുറുക്ക് മാത്രം നോക്കി ഐറ്റ് നോക്കിയില്ല. ചൊറുക്കൊന്നുമില്ല വൈക്കോല്. അപ്പൊ ഏതായാലും ചൊറുക്കുള്ളവരെ കാണുമ്പോ എന്താ പറയാ അപ്പൊ ഇന്നലെ സീനത്തിലൊക്കെ കയറുമ്പോ ഒരുപാട് ചുരുക്കുള്ള പെൺകുട്ടികളെ അങ്ങനെ രസന്റെ പെണ്ണിനെ കാണാനൊക്കെ. അപ്പോ ഹൈറ്റിലും ചൊറുക്കിലും നിറത്തിലൊന്നും കാര്യമില്ല. നല്ല നിങ്ങളൊക്കെ നോക്കണ്ട നിങ്ങളെ മുഖത്ത് നോക്കാനാ എന്ത് രസമുള്ള 2-3 പെൺകുട്ടികളുടെ എന്റെ പ്രായമുള്ള കേട്ടാ. അല്ലെ ചൊറുക്കിലൊന്നും കാര്യമില്ല. മനസ്സാണ് ഏറ്റവും വലുത്. ആ മനസ്സ് തമ്മിലുള്ള പൊരുത്തമാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും ആ പൊരുത്തം എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലാക്കലാണ് പറഞ്ഞത്. അതുകൊണ്ടും വേണം മനസ്സ് ഉണ്ടായാലല്ലേ മനസ്സിലാക്കാൻ പറ്റും. എന്താ കാട്ടണേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ഈ കുപ്പിവളന്റെ കാര്യം എന്താ പറഞ്ഞോ? ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഒരുപാട് ഇതിനെ പറ്റി പറയാനുണ്ട്. ലെങ്ത് കൂടും. അതെ വേറെ ഒന്നുമില്ല. ഇതൊക്കെ വാങ്ങി ഇനിയിപ്പോ ഞങ്ങള് നോമ്പറക്കുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയാണ് അടുക്കളയ്ക്ക് പോകണേ. എനിക്ക് പിന്നെ എനിക്ക് സ്വർണ്ണങ്ങൾ ഏതായാലും ഇല്ല. എനിക്ക് പിന്നെ ഗ്യാരണ്ടി സ്വർണ്ണത്തിനോട് എനിക്ക് ഇഷ്ടമല്ല. അത് എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മളെ പൈസ നാശാക്കുന്നത്. 200-300 കൊടുത്തുകൊണ്ട് ഇത് വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും ഇപ്പൊ ഒരു 2 മാസമായിട്ടായി കളറോ. പിന്നെ എനിക്ക് പായസാരം വാങ്ങിക്കണം. എങ്ങനെയാ കാണിച്ചു കൊടുക്കുക? എങ്ങനെയാ കാണിച്ചു കൊടുക്കുക? പാൽസാരമായിട്ടുണ്ട്. അപ്പൊ കാണിച്ചു തരട്ടാ. പാദസരയിലൊന്നല്ലോ ഞാൻ ഇതാലോചിച്ച ഇതാ നല്ല ഒരു കല്ലൊക്കെ വന്നിട്ടുള്ള ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വാങ്ങിയത് ഓടുന്നില്ല. അതാ കടയിൽ ഇതിനും വില ഉണ്ട്. ഇനി പുറത്തൊക്കെ എത്ര വില എന്നറിയാം. ഇതിന് 200 രൂപ ഉണ്ട്. 211 ഞാൻ പൈസ ഞാൻ കൊടുത്തതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അപ്പൊ ഞാൻ കൊടുത്തല്ല സന്തോഷമായിട്ട് വാങ്ങി തന്നെ. അപ്പൊ അതായി എനിക്ക് ഭയങ്കര ടെൻഷൻ. വില കൂടെ പാവം തോന്നുന്നു വെച്ചാല് കഷ്ടപ്പെട്ട് ഞങ്ങൾ നോക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു വില ഏറണം എനിക്ക് ഭയങ്കര പേടിയാണ്. സന്തോഷമായി. സന്തോഷം എന്നല്ല ഒരുപാട് ചോറുണ്ട്. എല്ലാരും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ എല്ലാം ചിന്തിക്കുക കേൾക്കണോല്ലേ. അപ്പൊ ഞങ്ങളുടെ ഫോളോവേഴ്സും ഒക്കെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഗൾഫിൽ നിന്ന് ഇപ്പൊ നാട്ടിലേക്ക് വരുന്നവരുണ്ടാവും. പെരുന്നാൾ കൂടാനും വീട്ടിക്ക് ഫാമിലിയുടെ കൂടെ വരുന്നവരുണ്ടെങ്കിൽ ഓൽക്കൊക്കെ ഹായ്. ഇനി വരാൻ കഴിയാത്തവർക്ക് ഇനി വരാനുള്ള ആവത് തരട്ടെ. വരാനുള്ള എല്ലാ സാമ്പത്തികവും കാര്യമൊക്കെ പഠിച്ചോൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഞാൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ. ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഡ്രസ്സും കാര്യങ്ങളും ഞങ്ങളെ വിശേഷങ്ങളൊന്ന് അറിയിക്കാൻ വിചാരിച്ചിട്ടുണ്ട് വന്നതാണ്. അതുകൊണ്ട് അപ്പൊ ഞാൻ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നും ഷെയർ ചെയ്യട്ടാ. അപ്പൊ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തും കമന്റ് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ലൈക്ക് ചെയ്യാം. അത്രേ പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും നാളെ നല്ലൊരു പുതുത്തൻ വീഡിയോയുമായി നാളെ വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും നാളെ നമ്മളെല്ലാരും ആയുസിനെ നീട്ടി തരട്ടെ. എല്ലാവർക്കും നന്നായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഉൾപ്പെടുത്തുക. എല്ലാവരും 28 രാവിലെ ഞങ്ങളെയും കൂടി നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നമ്മളെല്ലാരും ബുദ്ധിമുട്ടുകളെല്ലാം തീർക്കട്ടെ. അപ്പൊ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു.